കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളും ചെറിയ കമ്പുകളും കയ്യിൽ പരമാവധിയുള്ള വെളിച്ച സോഴ്സുകളുമൊക്കെയായിട്ട് നാട്ടുകാർ ഇറങ്ങിയിരിക്കുകയാണ്. തങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊരു കൊടും ക്രിമിനൽ പതിയിരിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തിലാണ് ചെറുപ്പക്കാർ. കയ്യിലൊക്കെ വലിയ വടിയുണ്ട്. ഇവരുടെയൊക്കെ കയ്യിൽ അയാളെ കിട്ടിയാൽ എന്തായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും അയാളെ നിയമത്തിന് മുന്നിൽ തന്നെ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അയാളെ ഒരു കാരണവശാലും ഇനി പുറം ലോകം കാണാത്ത വിധം നിയമപരമായി ശിക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി തങ്ങളുടെ പ്രദേശത്ത് അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രി വിളിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തിലാണ് പോലീസിന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് ആ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ഈ പ്രദേശമൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന പ്രദേശമാണ്. അവരോടൊക്കെ ഒന്ന് ചോദിക്കൂ, ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, ഒരു ഇരുട്ടത്ത് വെളിച്ചമില്ലാതെ 58 വയസ്സുള്ള ഒരാൾക്ക് എത്ര ദൂരം പോയി മറയാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി നമുക്ക് നാട്ടുകാരോട് ചോദിക്കാവുന്നതാണ്. ഇബാൽ ഇപ്പോൾ പോലീസ് ഒരു ഭാഗത്തും നാട്ടുകാർ മറ്റൊരു ഭാഗത്തായിട്ടാണോ തെരച്ചിൽ നടത്തുന്നത്? അരുൺ, ഇപ്പോൾ എന്നോടൊപ്പം ഈ മാട്ടായി കോളനിയിലുള്ള അല്ലെങ്കിൽ മാട്ടായി നഗറിലുള്ള വിവിധ യുവാക്കൾ ചേരുന്നുണ്ട്. ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ കടന്നു കളയാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഞാൻ ഈ താഴത്തേക്കുള്ള ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഏതാ മേഖല? ഏതാ? കരിമ്പാറയാണ്? ഇല്ല, ഈ താഴേക്ക് നെല്ലിക്കാട്. ചാത്തമംഗലം നെല്ലിക്കാടാണ്. അത് കരിമ്പാറ പോകുന്ന വഴി. കരിമ്പാറ പോകുന്ന വഴി. അവിടെ നിന്നാണ് ഇപ്പോൾ ഇവിടെ ഈ മേഖലയിൽ നിന്നാണ് ഈ വനത്തിലേക്ക് കയറിയെന്ന് പറയപ്പെടുന്നത്. ഈ ഭാഗത്ത് നിന്നാണ്. അവിടെ ഒരു ഫാം ഉണ്ട്, കോഴി വളർത്തുന്ന. അതിന്റെ അവിടെ നിന്നാണ് കയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കൂട്ടുകാരന്മാര് ഈ കനാലിന് സമീപത്തുള്ള കോഴി ഫാമിന്റെ അകത്തേക്ക് കൂടെ കയറി ആ ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് കയറിപ്പോയി അങ്ങനെയാണ് പറയുന്നത്. അവിടെ കൂട്ടുകാരന്മാർ അങ്ങനെയാണ് പറഞ്ഞത്. അവിടെ ഒരു തൂനുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോഴേക്കും അവർ ഫ്ലാഷ് അടിച്ച് അവിടെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് അവൻ്റെ അടുത്ത മേഖലയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ പോയി എന്ന് പറയുന്നത് ഈ മാട്ടായി അതിന് മേലെ നെല്ലിക്കാട് മേഖലയിലേക്ക് തന്നെ പോയി എന്നാണ് പറയുന്നത്. അവിടേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല, സംശയമാണ് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്ന്. ഇനി അതിൻ്റെ മേലേക്ക് ഓടിപ്പോയി എന്നാണ് പറഞ്ഞത്. ഓടിപ്പോയിട്ടുണ്ട്, വളരെ വേഗത്തിൽ ഓടിപ്പോവുകയാണ്. നെല്ലിക്കാടും അതുപോലെ തന്നെ കരിമ്പാറ മേഖലയാണ് താഴ്ഭാഗത്തുള്ളത്. അവിടെയാണ് ഒളിച്ചിരിക്കാൻ സാധ്യത അല്ലേ? അങ്ങനെ അതിന് സംശയം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്നാണ് ഒരു സംശയം ഉണ്ടായത്. കയ്യിൽ കിട്ടിയത് എടുത്ത് ചെന്നാമനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. പിന്നല്ലാതെ പിടിച്ചാൽ തല്ലി കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുക. കിട്ടിയ അടിയാണ്, കിട്ടിയ വിടില്ല. പിന്നല്ലാതെ തമാശ കളിയാ. ഇത്ര ആൾക്കാരെ മണ്ടന്മാരാക്കിയത് ഇവിടെ ഉണ്ട് സംഗതി. ഉറപ്പാണ്. എന്തായാലും തല്ലി പണി കഴിക്കുന്നതാണ്. എല്ലാവരും ദൃശ്യങ്ങൾ കാണും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇവിടെ കയ്യിൽ കിട്ടിയ ഇതുമായി. ഇപ്പോൾ മനു ചേരുന്നുണ്ട്. മനു ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ നമ്മളുടെ ഇപ്പോൾ ഇവിടെ എന്ത് വിവരം നാട്ടുകാർ പോലീസ് മുടുക്കിയിട്ട് വന്നെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിള്ളേർ അന്ന് ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ കാടൊക്കെ കയറി തെരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. രാത്രിയും തെരച്ചിൽ നടത്തും, ഉറപ്പ്, കൺഫേം. എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് രാത്രിക്ക് അപ്പുറം ചെന്നമരെ വിടില്ല എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ്. ഓക്കെ, കിട്ടട്ടെ. ഈ ഭാഗത്തല്ല പല ഭാഗത്തും തെരച്ചിൽ നടത്തും. വിവിധ സംഘങ്ങളായി മൊത്തം ഈ ഭാഗത്തല്ല പല ഭാഗത്തും തെരച്ചിൽ നടക്കും. മുന്നോട്ട് തന്നെ പോകും. തെരച്ചിൽ ഊർജ്ജമാക്കും ഞങ്ങൾ ഫുള്ളായിട്ട്. അത് നിങ്ങൾ നാട്ടുകാർ വേറെ സംഘങ്ങളായി 4 ടീമായിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചിരിക്കുന്നു? നമ്മൾ അവിടെ പ്രതിന്റെ വീടിന്റെ ആ സൈഡും ഇവിടെയും കൂടി ഇന്ന് നടത്തും. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ബോയ് നഗർ മേഖലയിലും അവിടെയും മാട്ടായി മേഖലയിലും 2-4 സംഘമായിട്ട് ഞങ്ങൾ മാട്ടായി മേഖലയിൽ വെച്ച് ചെന്നാമരെ കണ്ടുവന്ന സംശയം. ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇന്നാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഏത് മേഖലയിലായിരുന്നു? ഇന്നലെ നമ്മളെ ബോയം കോളേജിൽ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ തെരച്ചിലുണ്ടായിരുന്നു. നമ്മൾ മറ്റേ ഒരു കാട്ടിനുള്ളിൽ തൊട്ട് അപ്പുറത്ത് ആളുടെ ഏട്ടൻ്റെ വീടിൻ്റെ ഭാഗത്തായിട്ടാണ് ഒരു സംശയം കണ്ടത്. ഒരാൾ ഒരു വീടിൻ്റെ പുറകിൽ നിന്ന് ഓടി എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഇന്നലെ തെരച്ചിൽ ഫുൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഏകദേശം ഞങ്ങൾ 2 മണി വരെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കണ്ടെത്താൻ സാധിച്ചില്ല പറഞ്ഞാൽ ഫുള്ള് ഒന്നാമത് ഇരുട്ടാണ്. നമ്മൾ കുറച്ചും കൂടി വ്യക്തത വന്നിരിക്കുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ചെന്നാമരെ കണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലും ഇവിടെയും ശ്രദ്ധ ചെയ്തിരിക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ ടീമുകൾ നമ്മുടെ ബോയം കോളനി ആ ഭാഗത്തേക്ക് പോയിട്ടുമുണ്ട്. തിരിച്ച് അങ്ങോട്ട് തന്നെ കയറാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ ഈ അരക്കമലയിൽ ആ ഭാഗത്തേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അറക്കമലയിൽ പോകാനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഒരു 2:30 ശേഷം അറക്കമലയിൽ കയറി സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മരിപ്പെടുത്ത് പോയതിനു ശേഷം നമ്മൾ അറക്കമലയിൽ കയറി സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും ഈ ഭാഗത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലീസുകാരടക്കം. ഇനിയിപ്പോൾ നിങ്ങളുടെ സംഘം ഈ മാടായി മേഖലയിൽ എവിടെയാണ് തെരച്ചിൽ നടത്താൻ പോകുന്നത്? മാടായി മേഖല നമ്മൾ കണ്ട സാധനത്തിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് നല്ല വനമാണ്. എന്താ പറയുന്നത്? ഇവിടെ മാട്ടായി തന്നെയാണ് പറയുന്നത്. മാട്ടായിലെ കാട് കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വലിയ ഫോറസ്റ്റ് കാടാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ മംഗലം ഡാം വനം അല്ലേ? മംഗലം വനം അങ്ങനെയും പറയാം. മറ്റേ മംഗലം ഡാമല്ല, വേറെയും കുറേ സ്ഥലങ്ങളുണ്ട്. മംഗലം ഡാം കുറച്ചുകൂടെ ദൂരെ പോകണം. തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. നല്ല ഫോറസ്റ്റ് ആണ്. അങ്ങോട്ടേക്ക് കയറാനുള്ള സാധ്യത ഉണ്ട്. ആ ഭാഗത്തേക്കാണ് ഓടിപ്പോയി. ആ ഭാഗത്തേക്കും പോകാനുള്ള സാധ്യത ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൾക്ക് ആ ഭാഗത്തേക്ക് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആരും ഇല്ലാത്തതുകൊണ്ട് കാട്ടിലേക്ക് കയറി പോകാമല്ലോ.